കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFിലെ സുരേഷ് കുറുപ്പിനെ 71,570 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ജോസ് കെ മാണി ജയിച്ചു കയറിയത്. കാർഷിക രംഗത്തും ടൂറിസം, റെയിൽവേ തുടങ്ങിയ മേഖലകളിൽ നടത്തിയ വികസന നേട്ടങ്ങൾ ഉയർത്തിയാണ് ജോസ് കെ മാണി വോട്ടർമാരെ സമീപിക്കുക. എന്നാൽ സംസ്ഥാന രാഷ്ട്രീയ പ്രശ്നങ്ങൾ മുതൽ ജില്ലയിൽ ഉയർന്ന തർക്കങ്ങൾ വരെ ഒത്തുതീർത്തിട്ട് വേണം കേരള കോൺഗ്രസ് എമ്മിന് മത്സരരംഗത്തിറങ്ങാൻ. നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് കേരള കോൺഗ്രസിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ കോട്ടയത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ ലഭിക്കും, യാതൊരു സംശയവും. സർക്കാർ ചീഫ് വിപ്പ് PC ജോർജ് നടത്തിയ കോൺഗ്രസ് വിരുദ്ധ പരാമർശങ്ങളിൽ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം കടുത്ത പ്രതിഷേധത്തിലാണ്. കോട്ടയം ലോക്സഭാ സീറ്റ് കോൺഗ്രസ് തിരിച്ചെടുക്കണമെന്നവരെയുള്ള പ്രമേയങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും DCCയിൽ ഉയർന്നിരുന്നു. ഒരു വേള ഞാനും ഈ മണ്ഡലത്തിലെ വോട്ടറാണെന്ന് വരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. ഈ പ്രശ്നങ്ങൾ ഒത്തുതീർക്കുന്നതിനിടയിലാണ് PC ജോർജ് BJP വേദിയിൽ പ്രത്യക്ഷപ്പെട്ട പ്രശ്നമുണ്ടാകുന്നത്. ഇത് മുന്നണിക്ക് തന്നെ കളങ്കം ചാർത്തിയെന്ന് KPCC നേതൃത്വവും പ്രതികരിച്ചിരുന്നു. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഉയർത്തി ക്രൈസ്തവ സഭകൾ നടത്തുന്ന പ്രതിഷേധങ്ങളും രാഷ്ട്രീയമായി ബാധിക്കുന്ന മണ്ഡലം കൂടിയാണ് കോട്ടയം. സഭകളെ അനുനയിപ്പിക്കാനുള്ള തന്ത്രങ്ങൾക്ക് KM മാണി തന്നെ നേതൃത്വം നൽകുന്നുണ്ട്. ക്രിസ്ത്യൻ സഭകളെ വിശ്വാസത്തിലെടുക്കാനുള്ള ഇടതുതന്ത്രത്തെ അതിജീവിക്കുന്നതും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ ജനകീയതയെ മറികടക്കുന്നതനുസരിച്ചുമാകും ജോസ് കെ മാണിയുടെ അടുത്ത തവണത്തെ വിജയത്തെ തീരുമാനിക്കുക. ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം യു ഷൈജു, മീഡിയ 1 കോട്ടയം.